പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരൻ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെസഹ കാലം വലിയൊരു ആഘോഷമായിരുന്നു. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ 20 ലക്ഷത്തോളം ആളുകൾ അവിടെ കൂടിയിരുന്നു എന്നാണ് പറയുന്നത്. 2.5 ലക്ഷം ആടുകളെ പെസഹായ്ക്ക് ബലിയർപ്പിച്ചിരുന്നു. ഈ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ 3 ദിവസം മുമ്പ് തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഓശാന ദിവസം പെസഹ കുഞ്ഞാടായ യേശുവിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. യേശുവിനെ ഒരു വിപ്ലവകാരിയായിട്ട് കണക്കാക്കുന്നവരുണ്ട്. യേശു ജെറുസലേം ദേവാലയത്തിലേക്ക് ആകാശത്തോടുകൂടി യേശുവിനെ എതിരേൽക്കുകയാണ്. അവര് ഇസ്രായേൽക്കാരുടെ ജീവിതത്തില് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഇങ്ങനെ ആനയിച്ചിട്ടുണ്ട്. സോളമൻ രാജാവിനെ ഇങ്ങനെ എതിരേറ്റിട്ടുണ്ട്. ഈ കഴുതപ്പുറത്ത് കയറ്റി എതിരേൽക്കുക എന്നുള്ളത് സമാധാനകാലത്തെ സൂചിപ്പിക്കുന്നതാണ്. കുതിരയുടെ പുറത്താണെങ്കിൽ അത് യുദ്ധത്തിന്റെയാണ് സൂചിപ്പിക്കുക. ഇസ്രായേലിന്റെ പാരമ്പര്യം അനുസരിച്ച് പ്രധാനപ്പെട്ട ആളുകളെ, അവരുടെ ഭരണാധികാരികളെ, ദാവീദിനെയും സോളമനെയും അതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള അധികാരികളെ വളരെ ആഘോഷത്തോടുകൂടി കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോയി സ്വീകരിക്കുക എന്നുള്ളത്, ആഘോഷമായിട്ട് സ്വീകരിക്കുക. സൈത്യംകൊമ്പുകളൊക്കെ കയ്യിൽ പിടിച്ചത് അവരുടെ ഒരു ആഘോഷ രീതിയാണ്. പെസഹ കുഞ്ഞാടായിട്ട് യേശു സ്വയം തെരഞ്ഞെടുത്തു. ഈ പെസഹ കുഞ്ഞാടിനെ ബലിയർപ്പിക്കേണ്ടതാണ്. യേശുവിന്റെ ബലിയർപ്പണമാണ് ദുഃഖവെള്ളിയാഴ്ച നടക്കുക. അങ്ങനെ ലോകത്തിന്റെ പാപപരിഹാരത്തിനായിട്ട് ബലിയർപ്പിക്കേണ്ട പെസഹ കുഞ്ഞാടായ യേശുവിനെ സ്വയം തെരഞ്ഞെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഓശാന എന്ന വാക്കിന്റെ അർത്ഥം. ഇസ്രായേൽക്കാര് ഒരു നേതാവിന് വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഭരണം ഒരു തിയോക്രാറ്റിക് ഭരണമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമായി യാഹ്വേയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ആരാധനയാണ് അവർ നടത്തിയിരുന്നത്. യാഹ്വേയുടെ ദൈവം പരമപരിശുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഭൗതിക രാജാക്കന്മാർക്ക് ആ ദൈവത്തിന്റെ കീഴിൽ മാത്രമേ അവർ കണക്കാക്കിയിരുന്നുള്ളൂ. അത് മാത്രമല്ല, റോമൻ ഭരണത്തിന്റെ ഗതി അനുസരിച്ച് റോമൻ ചക്രവർത്തിയുടെ പ്രതിമ ഒരിക്കൽ ദേവാലയത്തിൽ കൊണ്ടുവച്ചു ആരാധിക്കണം എന്ന് പറഞ്ഞു. ദൂതന്മാര് വിപ്ലവം ഉണ്ടാക്കി. കാരണം ദൈവമല്ലാതെ യാതൊന്നിനെ ആരാധിക്കാനായിട്ട് പറ്റുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന യഹൂദരുടെ ദേവാലയത്തില് ചക്രവർത്തിയുടെ പ്രതിമ കൊണ്ടുവച്ചപ്പോൾ ചക്രവർത്തി രാജാവാണ്, അല്ലെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കൂട്ടുനിൽക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എപ്പോഴും റോമൻ പടയാളികൾക്ക്, റോമൻ ഭരണാധികാരികൾക്കെതിരെ കലഹിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു. കാരണം അവരുടെ ആശയപരമായിട്ട്, ദൈവശാസ്ത്രപരമായിട്ട് അവരുടെ മനസ്സുണ്ടായിരുന്ന ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റുള്ളവരെ ആരാധിക്കാനായിട്ട് പറ്റുകയില്ല, തങ്ങളുടെ ആചാര രീതികളനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണം എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നത്. യേശു ഒലിവ് മലയിൽ നിന്നാണ്, ഒലിവ് മല കുറെ ഒലിവുകൾ കൃഷി ചെയ്തിട്ടുള്ള ഒരു മലയാണ്. അത് ജെറുസലേം ദേവാലയിലിരിക്കുന്ന മലയുടെ ഓപ്പോസിറ്റുള്ള ഒരു മലയാണ്. അവിടെ നിന്നും, അവിടെ ഒലിവ് മലയിൽ നിന്നും ഒലിവിന്റെ ശിഖരങ്ങളും മരച്ചിലകളും ഒക്കെ ഒടിച്ചുകൊണ്ട് യേശുവിനെ ഓശാന വിളിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്.
ദാവീദിന്റെ പുത്രനോർത്ത് ഓശാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഓശാന വിളിയോടുകൂടി യേശുവിനെ സ്വീകരിക്കുകയാണ്. ആളുകള് മേൽവസ്ത്രമൊക്കെ വഴിയിൽ വിരിച്ചു. ഇങ്ങനെ യേശുവിനെ ആഘോഷത്തോടുകൂടി അവിടെ കൂടിയിരുന്ന ജനങ്ങള് സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന രംഗമാണ് ആദ്യത്തെ ഓശാന. ഈ ഒലിവുമലയ്ക്ക് പല പ്രാധാന്യങ്ങളുണ്ട്. യേശുവിന്റെ സ്വർഗാരോപണം നടന്നത് അവിടെ നിന്നാണ്. ദൈവം ജനത്തിന്റെ ചരിത്രത്തിൽ ഇടപെടുന്ന സ്ഥലമാണ് ഒലിവുമല. നോഹയുടെ പെട്ടകത്തിലേക്ക് പ്രാവ് ആദ്യം അയച്ചുവിട്ട പ്രാവ് ഒലിവിന്റെ ചില്ലുകൾ കൊണ്ടാണ് ചെന്നത്, തിരിച്ചു വന്നത് വെള്ളം ഇറങ്ങി എന്നുള്ളതിന്റെ ലക്ഷണമായിട്ട്. കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശുവിനെ ആനയിക്കുന്നത്. റോമൻ പാരമ്പര്യം അനുസരിച്ച് കഴുതപ്പുറത്ത് സമാധാനത്തിന്റെ സൂചനയാണ് കഴുതപ്പുറത്ത് എഴുന്നള്ളിക്കുക എന്നുള്ളത്. വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചു അത് ആദരവ് കാണിക്കുകയാണ്. അപ്പോൾ യേശു വരാനിരിക്കുന്ന മിശിഹായാണെന്ന് ഏറ്റുപറയുകയാണ്. ഈ ആദരവ് കൊണ്ട് യേശു ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവാലയവും വിശുദ്ധീകരിക്കുന്ന രംഗമാണ്. യേശുവിനെ ആദരവോടുകൂടി, രാജകീയമായിട്ടുള്ള ആദരവോടുകൂടി യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് രാജാവിന്റെ പുത്രൻ ഓശാന എന്ന് അറിയിച്ചുകൊണ്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് യേശുവിനെ ആനയിച്ചുകൊണ്ട് പോയി. അപ്പൊ അവിടെ കണ്ട അനീതികൾക്കെതിരെ യേശു പ്രതികരിക്കുകയാണ്. ദേവാലയത്തില് പല സ്ഥലങ്ങളുണ്ട്. അതിവിശുദ്ധ സ്ഥലമുണ്ട്, അതുപോലെ പ്രാർത്ഥനയ്ക്കായിട്ട് യഹൂദർക്കുള്ള സ്ഥലമുണ്ട്, സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ ആടുമാടുകളെയൊക്കെ വിൽപ്പനയ്ക്കുള്ള സ്ഥലമുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് യെരൂശലേം ദേവാലയം മാറ്റിയിരുന്നു. അതില് കന്നുകാലികളെയൊക്കെ വിൽപ്പന, അതിന്റെ ബഹളങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നാണയമാറ്റക്കാര്, കന്നുകാലികളെ വിൽക്കുന്നവര്. കാരണം അവിടെ പരിശോധിച്ച് കളങ്കമില്ലാത്ത ആട്ടിൻകുട്ടിയാണ് അല്ലെങ്കിൽ കാളക്കുട്ടിയാണെന്ന് ബന്ധപ്പെട്ടവര് രേഖപ്പെടുത്തിയാൽ മാത്രമേ അതിനെ ബലി അർപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു കാളക്കുട്ടി അങ്ങനെ രേഖപ്പെടുത്തിയ കാളക്കുട്ടിയെ മേടിക്കണമെങ്കിൽ അതിന് ഇരട്ടിയോ അല്ലെങ്കിൽ കൂടുതലോ വില ഈടാക്കിയിരുന്നു. ഒരു നാണയം മാറ്റണമെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യഹൂദർക്ക് അവരുടെ രാജ്യത്തിലുള്ള ഭരണാധിപന്മാരുടെ പ്രതിമകളുള്ള നാണയങ്ങൾ ദേവാലയത്തിന്റെ ട്രഷറി ഇടാൻ പാടില്ല. അതുകൊണ്ട് ഷെക്കൽ എന്നുള്ള ദേവാലയത്തിന്റെ ആ നാണയം മാറ്റണം. നാണയം മാറ്റുന്നതിന് നല്ല കമ്മീഷനും വാങ്ങിയിരുന്നു. അതൊക്കെ പ്രധാന പുരോഹിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഈ കമ്മീഷനൊക്കെ വാങ്ങിയിരുന്നത്. അപ്പോൾ യേശു ഒരു ചാർട്ടവാറുണ്ടാക്കിയവരെയൊക്കെ നാണയം മാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചിട്ടു. അതുപോലെ അവരെ അടിച്ചു എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, അവരെല്ലാം ഓടിച്ചു. എന്റെ പിതാവിന്റെ ഭവനം കച്ചവട സ്ഥലമാക്കരുതേ എന്ന് യേശു പറഞ്ഞുകൊണ്ടാണ്. ദേവാലയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പ്രെയർ. പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ് ദേവാലയം, കച്ചവടത്തിനുള്ള സ്ഥലമല്ല. അതുകൊണ്ടാണ് കച്ചവട കണ്ണുകളുമായിട്ട് ദേവാലയത്തിന്റെ അങ്കണങ്ങളിൽ വ്യാപരിച്ചിരുന്ന നാണയമാറ്റക്കാരെയും കന്നുകാലികളെ ബലിയർപ്പണത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നവരെയും അതിന് അമിതമായിട്ടുള്ള വില വാങ്ങുന്നവരെയൊക്കെ അവിടെ നിന്നും ഓടിച്ചത്. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അധികാരമുള്ളവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അവരെ ആട്ടിയോടിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് യേശുവിനെതിരെ കരുക്കൾ നീക്കാനായിട്ട് അവർ ആരംഭിച്ചു. അങ്ങനെയാണ് യേശുവിനെ കാൽവരിയിലേക്ക്, കുരിശിലേക്ക് നയിക്കാനുള്ള സംഗതികൾ പ്രധാന പുരോഹിതന്റെ അടുത്ത് അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് പിലാത്തോസിന്റെ അടുക്കിലേക്ക് യേശുവിനെതിരെ ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശു സമാധാന രാജാവുമായിട്ട് ജെറുസലത്തേക്ക് വരികയാണ്. ഗലീലയിൽ നിന്നാണ് യേശു വരുന്നത്. ഏകദേശം
ഒരു 150 കിലോമീറ്റർ യാത്ര ചെയ്താണ് യേശുവും ശിഷ്യന്മാരും ജെറുസലേമിൽ എത്തുന്നത്. അത് ഗലീലയിൽ നിന്നും ജെറുസലേമിലേക്ക് അത്രയും യാത്ര ചെയ്യണം. യേശു പീഡാസഹനത്തെ പറ്റി 3 പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനെ പറ്റി പറയുന്നത് കാൽവരിയുടെ 3 പടവുകൾ എന്നാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ അതേപ്പറ്റി പറയുന്നത്. ജെറുസലേമിലേക്ക് രാജകീയമായിട്ട് യേശു പ്രവേശിച്ചത് സ്നേഹ, സഹന, സമാധാന രാജാവായിട്ടാണ്. യേശു സ്നേഹ രാജാവാണ്. സഹനം വഴിയാണ് നമുക്ക് രക്ഷ നൽകിയത്. അവിടുന്ന് സമാധാന രാജാവാണ്. ആ കഴുതയെ കുട്ടി അഴിച്ചുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്റെ നാഥന്, എന്റെ കർത്താവിന് അത് ആവശ്യമുണ്ട് എന്ന് മറുപടി പറയുകയാണ്. കർത്താവിന് ഓരോരുത്തരെ ആവശ്യമുണ്ട്, നമ്മളെ ഓരോരുത്തരെ ആവശ്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും പരിതോവസ്ഥകളിലും ഒക്കെ നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് ആവശ്യമുണ്ട്. ഓരോ വ്യക്തിയും ജീവിക്കുന്നത് ഓരോ പ്രത്യേക സാഹചര്യത്തിൽ കുടുംബനാഥൻ എന്നുള്ള നിലയിൽ, കുടുംബനാഥ എന്നുള്ള നിലയിൽ, ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ, മക്കൾ എന്നുള്ള നിലയിൽ, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായിട്ടുള്ള കടപ്പാടുകൾ നമുക്കുണ്ട്. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ കടമകളും ചുമതലകളും ഒക്കെ നിർവഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. നഗരം ഇളകി വശായി. ആരാണിവൻ? യേശുവിന്റെ ജനനം മുതൽ പ്രശ്നങ്ങളാണ്. ഹെറോദോസ് ജനനത്തിൽ അസ്വസ്ഥനായി. ഇവിടെ യേശു ജെറുസലേം നഗരിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ പീലാത്തോസ് ഭരണാധികാരിയായിട്ടുണ്ട്, ഹെറോദോസ് ഉണ്ട്. അപ്പൊ അവര് ഇളകി വശായി. യേശുവിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത അവർക്കും ഉണ്ടായി കാണും. എങ്കിലും പീലാത്തോസ് യേശുവിനോട് ഒരു സോഫ്റ്റ് കോർണർ യേശുവിനോടുകൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മനുഷ്യരിൽ പാപം ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയ വിശുദ്ധീകരണത്തിലൂടെയാണ് ദൈവാരാധന നടത്തേണ്ടത്. ഹൃദയം ഈ പ്രത്യേകിച്ച് നോയമ്പ് കാലത്തിലെ പ്രധാനപ്പെട്ട ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പിടാൻപ ആഴ്ചയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കുക. ഈ ഏകദൈവമായ പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മായ ഏക ദൈവത്തെ അറിയാനും സ്പർശിക്കാനും തടസ്സമായി നിൽക്കുന്നതിനെ തുടച്ചു മാറ്റുക. നമ്മൾ വിശ്വസിക്കുന്ന ത്രിയേക ദൈവത്തിലാണ്. കുട്ടികളിൽ നിന്നും ഓശാന വിളികൾ വന്നു. അവരാണ് യേശുവിനെ എതിരേറ്റത്. അവരാണ് ഉറക്കെ ഓശാന വിളിച്ചത്. വീണ എഴുതിയ ഒരു പദ്യശകലം. മുള്ളാണ് ചില്ലാണ് പാതയിലെങ്കിലും തളരാതെ മുന്നോട്ടു നീങ്ങാം. മുള്ളാണ് ചില്ലാണ് പാതയിലെങ്കിലും തളരാതെ മുന്നോട്ട് നീങ്ങാം. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ മുള്ളുകളും സഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും തളരാതെ മുന്നോട്ട് നീങ്ങാമെന്നാണ് കവി പറയുന്നത്. പോകുന്ന വേളയിൽ ആരുടെയെങ്കിലും അശ്രു തുടയ്ക്കാൻ ശ്രമിക്കാം. പോകുന്ന വേളയിൽ ആരുടെയെങ്കിലും അശ്രു തുടയ്ക്കാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ പരിഹരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം മനസ്സിൽ തിന്മ വിചാരിക്കാതെ, ദുഷ്ടചിന്തകളില്ലാതെ, അസ്വസ്ഥതയില്ലാതെ നമ്മുടെ ദേവാലയവും നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിക്കാം. നന്മയിൽ നിലനിൽക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾക്ക് വിമോചനം വേണ്ട ചില മേഖലകളുണ്ട്. അത് ജഡമോഹം, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഇതൊക്കെ നമ്മളിൽ പിടികൂടാൻ പഴയ ആത്മീയ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം ജഡമോഹം, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത അല്ലെങ്കിൽ നിഗളം. നമുക്കൊന്നും അഹങ്കരിക്കാനും നിഗളിക്കാനായിട്ടും ഒന്നുമില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെയൊക്കെ ജീവിതം കടന്നു പോകുന്നതും നശ്വരവുമാണ്. അതുകൊണ്ട് മനുഷ്യരതയെ പുൽകാൻ വേണ്ടി ജീവിക്കുന്നത് നമ്മൾ നന്മയിൽ നിലനിൽക്കാനും ശ്രമിക്കാം. പ്രത്യേകിച്ച് ഓശാന ആചരിക്കുന്ന ഈ അവസരത്തിൽ ഓശാന എന്ന് പറഞ്ഞാൽ നാഥാ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഓശാന
വിളിച്ച സമൂഹത്തോടു കൂടി നമുക്ക് എല്ലാ വിധത്തിലുള്ള രക്ഷ, സമാധാനം, ശാന്തി എല്ലാം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും